കഴിഞ്ഞ ആ ഒരു വീഡിയോയിലൊക്കെ കീഴിൽ വന്ന മറ്റൊരു കമൻറ്റാണ്. ഇപ്പോൾ ഞാൻ 8 പാസ്സായി. ഓക്കെ, നമ്മുടെ 2 വീലർ ലൈസൻസ് എടുക്കാൻ പോയപ്പോൾ 8 പാസ്സായി, റോഡ് ഫെയിലായി. അപ്പോഴേക്കും അടുത്ത് ടെസ്റ്റിന് ഡേറ്റ് കിട്ടുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ലേണേഴ്സിൻ്റെ കാലാവധി കഴിഞ്ഞു. അടുത്ത ലേണേഴ്സ് പുതുക്കുന്ന ടൈമിൽ നമ്മൾ വീണ്ടും 8 എടുക്കണോ? ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും പ്രിൻസി ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കമൻറ്റ് ബോക്സുകളിൽ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസിലായാലും അതിന് മുമ്പത്തെ വീഡിയോസിലായാലും ഒക്കെ റിപ്പീറ്റ് വന്നിട്ടുള്ള ചോദ്യമാണ് നമ്മുടെ ലേണേഴ്സിൻ്റെ കാലാവധി കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അതിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ള ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണേഴ്സിൻ്റെ കാലാവധി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ആ ഒരു ലേണേഴ്സിൻ്റെ എക്സാം എഴുതണോ എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ലേണേഴ്സിൻ്റെ കാലാവധി എല്ലാവർക്കും അറിയാമല്ലോ, 6 മാസമാണ് നമ്മുടെ ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കാലാവധി കഴിയുകയാണെങ്കിൽ 6 മാസം കഴിഞ്ഞു, 6 മാസം കഴിയുകയാണെങ്കിൽ നമ്മൾ വീണ്ടും പോയി റിപ്പീറ്റ് പരീക്ഷ എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് നിശ്ചിത ഫീസ് അടച്ച് നമുക്കത് പുതുക്കാനായിട്ട് പറ്റും. പുതുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള രേഖകളെന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ ഈ ആദ്യമായിട്ട് നമ്മുടെ ലേണേഴ്സ് ലൈസൻസ് എടുക്കാൻ പോകുന്ന ആ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ ഐ ടെസ്റ്റിൻ്റെ ഫോം കൊണ്ടുപോകും. ഇനി 40 വയസ്സിന് മേലെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ മെഡിക്കലിൻ്റെ സർട്ടിഫിക്കറ്റും കാണും. ഓക്കെ, അപ്പോൾ ഈ 2 സർട്ടിഫിക്കറ്റ് നമുക്ക് എപ്പോഴും ആവശ്യമാണ്, അടുത്ത് പുതുക്കുന്ന ടൈമിൽ നമുക്ക് ആവശ്യമാണ്. അത് അപ്പോൾ വീണ്ടും ഫ്രഷായിട്ട് നമ്മൾ എടുക്കണം. ഓക്കെ, ഐരതും എടുക്കണം, 40 വയസ്സിന് മേലെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ മെഡിക്കൽ കൂടെ എടുക്കണം. ഇത് രണ്ടും ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ലേണേഴ്സ് അപ്ലൈ ചെയ്ത സമയത്ത് നമ്മൾ കൊടുത്ത നമ്മുടെ അഡ്രസ് പ്രൂഫ് മിക്കവാറും ആധാർ ആയിരിക്കും എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ആധാറിൻ്റെ ആ ഒരു ഇത് വേണം. അതുപോലെ തന്നെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന ലേണേഴ്സിൻ്റെ പേപ്പർ, ഓക്കെ, ആദ്യം എടുത്ത ആ ലേണേഴ്സിൻ്റെ പേപ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ടെസ്റ്റിനൊക്കെ പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ ആദ്യം എടുത്ത ലേണേഴ്സിൻ്റെ പേപ്പർ നമ്മുടെ കയ്യിൽ വേണം, രണ്ടാമത് പുതുക്കിയ ആ ഒരു പേപ്പർ നമ്മുടെ കയ്യിൽ വേണം. ഇതിലിപ്പോൾ നമുക്ക് ആവശ്യമായ ഐയുടെയും മെഡിക്കലിൻ്റെയൊക്കെ ഫോം നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ ഐ ആവശ്യമുള്ളവർക്ക് ഐ മാത്രമേ കാണുള്ളൂ, മെഡിക്കലും കൂടെ ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ഫോം അതിൽ തന്നെ കാണും കേട്ടോ. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്തുള്ള കണ്ണാശുപത്രിയിൽ പോയി ഹോസ്പിറ്റലിൽ പോയി നമുക്കത് സർട്ടിഫിക്കറ്റ് വാങ്ങുക. അതിനുശേഷം അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഈ പറഞ്ഞ ഐയും മെഡിക്കലും അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ആധാർ അത് അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ലേണേഴ്സിൻ്റെ പേപ്പർ, ഇത്രയും സാധനങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിനുശേഷം നമുക്ക് വേറെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല, നമുക്കെല്ലാം ഓൺലൈൻ വഴി തന്നെ ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം 1 മുതൽ 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ ഫോണിൽ മെസ്സേജ് വരും. ഓക്കെ, ലേണേഴ്സ് അപ്രൂവ് ആയെന്നും പറഞ്ഞ് മെസ്സേജ് വരും. ഇനി എന്തെങ്കിലും എറർ അതിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റ് അതിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് മെസ്സേജ് ആയിട്ട് തന്നെ വരും. അങ്ങനെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് ഫ്ലോപ്പായി പോയി എന്ന് മെസ്സേജ് വരികയാണെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഒന്നേന്ന് അപ്ലോഡ് ചെയ്യുക. ചിലപ്പോൾ എന്തെങ്കിലും ക്ലാരിറ്റിയുടെ കുറവുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളായിരിക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് റിപ്പീറ്റ് വീണ്ടും ചെയ്യുമ്പോൾ അത് ക്ലിയറായി വരും കേട്ടോ. 1 മുതൽ 2 ആഴ്ച വരെ ഇതിനുള്ള സമയം എടുക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മുടെ ലേണേഴ്സ് പുതുക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മളെന്താണ്, കാലാവധി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ടെസ്റ്റ് എഴുതാൻ പോകേണ്ട കാര്യമൊന്നുമില്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. അതുപോലെ നമ്മുടെ കഴിഞ്ഞ ആ ഒരു വീഡിയോയിലൊക്കെ കീഴിൽ വന്ന മറ്റൊരു കമൻറ്റാണ്. ഇപ്പോൾ ഞാൻ 8 പാസ്സായി. ഓക്കെ, നമ്മുടെ 2 വീലർ ലൈസൻസ് എടുക്കാൻ പോയപ്പോൾ 8 പാസ്സായി, റോഡ് ഫെയിലായി. അപ്പോഴേക്കും അടുത്ത് ടെസ്റ്റിന് ഡേറ്റ് കിട്ടുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ലേണേഴ്സിൻ്റെ കാലാവധി കഴിഞ്ഞു. അടുത്ത ലേണേഴ്സ് പുതുക്കുന്ന ടൈമിൽ നമ്മൾ വീണ്ടും 8 എടുക്കണോ? ഓക്കെ, വീണ്ടും പുതിയ ലേണേഴ്സ് ആകുമ്പോൾ പുതുതായിട്ട് വീണ്ടും 8 എടുക്കണോ എന്നുള്ള ഡൗട്ടൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ പാസ്സായെങ്കിൽ പാസ്സായത് തന്നെയാണ്, നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ലേണേഴ്സിന് നിങ്ങൾ 1 അല്ല 2 അല്ല 3 തവണ പുതുക്കി എടുത്താലും ശരി തന്നെ, നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ വീണ്ടും പോയി 1 8 എടുക്കേണ്ട കാര്യം ഇല്ല. അടുത്ത റോഡ് മാത്രം നമ്മൾ എടുത്താൽ മതി. കാറിൻ്റെ കേസാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ്, H പാസ്സായെങ്കിൽ അടുത്ത് നമ്മൾ എന്തെടുത്താൽ മതി, റോഡ് മാത്രം എടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. കഴിയുന്ന രീതിയിൽ മറുപടികളൊക്കെ തരാനായിട്ട് ശ്രമിക്കാം. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോസിലേക്ക് ഇങ്ങനെ ലേഖകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീണ്ടും കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.